Hi all, welcome to more taste in less time. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഗോബി 65 അല്ലെങ്കിൽ കോളിഫ്ലവർ 65 ആണ്. വളരെ ടേസ്റ്റിയായ ഈ ഗോബി 65 എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1/4 കിലോ കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ചെറിയ കഷണങ്ങളാക്കിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ 1.5 ടീസ്പൂൺ ഉപ്പും ഇട്ടതിന് ശേഷം 5 മുതൽ 6 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് വാട്ടിയെടുക്കാം. വളരെ ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ 5-6 മിനിറ്റ് വാട്ടിയെടുക്കാം. ഇതിന് ശേഷം നമുക്ക് വെള്ളമെല്ലാം ഊറ്റിയെടുക്കാം. ഇനി കോട്ടിങ്ങിന് ആവശ്യമായ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ അരിമാവ്, മൂന്നാമതായി എടുത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലോർ. ഇത് മൂന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കോളിഫ്ലവറിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഡയറക്റ്റാണ് ആഡ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് ആഡ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങളൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഗോബി 65-ൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വളരെ നല്ല ഫ്ലേവറാണ് നൽകുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും കൂടെ ആഡ് ചെയ്യാം. ഇനി 2 മസാല പൗഡറാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ എടുക്കാം. ഇനി സാധാ റെഡ് ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാകും. ഇനി നല്ലൊരു ഫ്ലേവറും പിന്നെ ആ ബൈൻഡിങ്ങിനുമായിട്ട് സഹായിക്കുന്നതാണ് ഓയിൽ. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഈ ഗോബി 65-ൻ്റെ മസാലയിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഉപ്പും ഇട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/4 ഗ്ലാസ് വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം കൂടി ഇടുന്നില്ല, കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ. കാരണം വെള്ളം കൂടിപ്പോയാൽ ബൈൻഡിങ് ശരിയാവത്തില്ല, കോട്ടിങ് നിൽക്കത്തില്ല കോളിഫ്ലവറിൽ. അതുകൊണ്ട് കോട്ടിങ് നല്ല രീതിയിൽ കോളിഫ്ലവറിൽ പിടിക്കാൻ വേണ്ടി ഞാൻ വളരെ കുറച്ചായിട്ട് വെള്ളം ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഓയിൽ നല്ല രീതിയിലൊന്ന് ബോയിലാക്കി എടുക്കാം. ബോയിലായ ഓയിലേക്ക് നമുക്ക് കോളിഫ്ലവറിൻ്റെ മസാല ഇടാം. ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതെല്ലാം കൂടെ ഒന്നുപോലെ ഇരിക്കും. ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 3-4 മിനിറ്റ് കൊണ്ട് ഒരു സൈഡ് നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടും. നിങ്ങൾക്ക് ഈ ഫ്രൈയിങ് ടൈമിൽ അല്ലെങ്കിൽ മസാലയുടെ കൂടെ കറി ലീവ്സും കൂടെ ആഡ് ചെയ്യാം. ഞാൻ മസാലയുടെ കൂടെ അല്ല കറി ലീവ്സ് ആഡ് ചെയ്തത്. ഞാനിപ്പോൾ ഫ്രൈയിങ് ടൈമിലാണ് കറി ലീവ്സ് ആഡ് ചെയ്യുന്നത്. നല്ലൊരു ഫ്ലേവറാണ് ഈ കറി ലീവ്സ് ഗോബി 65-ന് തരുന്നത്. അപ്പോൾ നമുക്ക് കറി ലീവ്സും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഡെക്കറേഷൻ ആവശ്യമായതും പിന്നെ കുറച്ച് ഫ്ലേവറും കൂടെ കൊടുക്കാൻ വേണ്ടി ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ എണ്ണയിലിട്ട് നമുക്ക് വറുത്ത് കോരാം. വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏകദേശം 7-8 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് 2 സൈഡും വറുത്ത് കോരാം.